സംസ്ഥാനത്തെ ഞെട്ടിച്ച് 24 മണിക്കൂറുടെ 3 ഇടങ്ങളിൽ കൊല. കോഴിക്കോട് വെള്ളയിൽ കൊലപാതക കേസ് പ്രതി കൊല്ലപ്പെട്ടു. കോട്ടയം പാലായിൽ യുവാവിനെ കത്രിക കൊണ്ട് കുത്തിക്കൊലപ്പെടുത്തി. എറണാകുളത്ത് റോഡിലെ തർക്കമാണ് യുവാവിന്റെ കൊലപാതകത്തിൽ കലാശിച്ചത്. ഇന്ന് പുലർച്ചെയാണ് കോഴിക്കോട് വെള്ളയിൽ വീടിന് സമീപത്തെ റോഡിൽ വെച്ച് 47-കാരനായ ശ്രീകാന്ത് വെട്ടേറ്റ് മരിച്ചത്. കുണ്ടൂപ്പറമ്പ് പ്രഭാകരൻ വധക്കേസിലെ പ്രതിയാണ് ശ്രീകാന്ത്. പ്രതികാര കൊലയാണോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ശ്രീകാന്തിന്റെ കാർ തീവെച്ച് നശിപ്പിച്ചിരുന്നു. ഇതിൽ പോലീസ് അന്വേഷണം തുടരുന്നതിനിടെയാണ് കൊലപാതകം. ബൈക്കിൽ വടിവാളുമായി ഹെൽമറ്റ് ധരിച്ചയാൾ പോകുന്നത് കണ്ടെന്ന് പ്രദേശവാസി ജ്യോതികുമാർ. ഈ വെട്ടിയാള് ഇടവയ്ക്കാ പോയത്. അപ്പോൾ അവിടുന്ന് വരുന്ന ആള് കണ്ടിന് കൊടുവാള് വണ്ടീന്റെ മുന്നിൽ കുത്തിവെച്ചിട്ട് ഹെൽമറ്റ് ഇട്ട ഒരാളെ മുഖം മനസ്സിലായിട്ടില്ല. കോട്ടയം പാലായിൽ ബന്ധുവിന്റെ കുട്ടിയുടെ ആദ്യ കുർബാനയ്ക്കെത്തിയ കൊല്ലപ്പള്ളി മങ്കര സ്വദേശി ലിബിൻ ജോസാണ് കൊല്ലപ്പെട്ടത്. മദ്യപാനത്തെ ചൊല്ലിയുണ്ടായ തർക്കത്തിനിടെ പാലാ സ്വദേശിയായ അഭിലാഷ് ലിബിനെ കത്രിക കൊണ്ട് കുത്തുകയായിരുന്നു. സംഘർഷത്തിൽ ഒരു സ്ത്രീയടക്കം 4 പേർക്ക് പരിക്കേറ്റു. പ്രതി അഭിലാഷിനെ പോലീസ് പിടികൂടി. കഴിഞ്ഞാണ് വീടിൻ്റെ മുറ്റത്ത് വന്നപ്പോഴാണ് അഭിലാഷമായിട്ട് വീണ്ടും പാലാരിവട്ടം തമ്മനത്ത് റോഡിലുണ്ടായ തർക്കമാണ് നാടിനെ നടുക്കിയ കൊലപാതകത്തിൽ കലാശിച്ചത്. മനീഷ് അജിത് എന്നിവരും ജിതേഷ് ആഷിഖ് എന്നിവരും തമ്മിലാണ് വഴക്കുണ്ടായത്. രാത്രി 10 മണിയോടെ മനീഷും അജിത്തും ജിതേഷിനെ വീട്ടിൽ കയറി തല്ലി. ഇതിനിടെ കയ്യിൽ സൂക്ഷിച്ചിരുന്ന മടക്ക് കത്തി ഉപയോഗിച്ച് ജിതേഷ് മനീഷിന്റെ നെഞ്ചിൽ കുത്തി. പരുക്കേറ്റ ആന്റണി എന്നയാൾ ചികിത്സയിലാണ്. ചെറിയ രീതിയിലുള്ള തർക്കമുണ്ടായെന്നാണ് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. ഇദ്ദേഹത്തിന്റെ ഒരു ബൈക്കുമായി സംബന്ധമായിട്ടുള്ള കാര്യമാണ് പോലീസും പറയുന്നത്. മലപ്പുറം പെരിന്തൽമണ്ണയിൽ അതിഥി തൊഴിലാളിയെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. ഇതും കൊലപാതകമെന്നാണ് സംശയം. പായയിൽ നിലത്ത് കമിഴ്ന്നു കിടക്കുന്ന നിലയിലാണ് മൃതദേഹം. മുറി പുറത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. പെരിന്തൽമണ്ണ പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24.